to Giggly Cow. Good morning. എന്ത് വെച്ചിട്ടുള്ള ദോശ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ ഞങ്ങള് റൂം എടുത്തേക്കാണ് വാൾപ്പാറ. ഞാൻ ഓൾറെഡി പിന്നെ ഇതെടുത്തപ്പോ ഈ പാസ് എടുത്ത സമയത്ത് 5-ാം തീയതിയാണ് റിട്ടേൺ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഇവിടെ റൂം എടുത്തു. അങ്ങനെ കൊടുത്താൽ മാത്രമേ കേട്ടോ കഴിയുള്ളൂ. അല്ല നമ്മളൊറ്റ വൺ ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു പറയും പറ്റില്ല, അപ്പൊ തന്നെ നിങ്ങൾ ആവണം എന്ന് പറയും. സോ 5-ാം തീയതിയാണ് റിട്ടേൺ. അപ്പൊ ഞങ്ങൾ റൂം എടുത്തു. ഇന്നാണ് ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ നമ്മളടുത്ത് ചായ കുടിച്ചു അല്ലേ, ദോശ കഴിച്ചു, നല്ല അടിപൊളി ദോശ. അപ്പോ ഇനി നമ്മള് അയ്യോ കാണുന്നില്ലേന്നോ, ഞാൻ ക്യാമറയൊക്കെ ശ്രദ്ധിച്ചു. അപ്പൊ ഇനി നമ്മളെ ബാക്കി യാത്രയിലേക്ക് പോവാണ്. ഇനിയിപ്പോ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഫുള്ള് ഡാമുകളാണ് അധികം ഉള്ളത്. പറഞ്ഞാല് ആ ചെക്ക് പോസ്റ്റിൽ തന്നെ ഒരിടത്ത് നമ്മൾ പറഞ്ഞപ്പോ ഡാമുകൾ ഉണ്ട് എന്ന് പറഞ്ഞവര്. ഇവിടെ ചീറ്റ ഇറങ്ങും എന്ന് പറഞ്ഞു. ചീറ്റ ഷോളിയാർ ഡാം അതവിടെ പോവാ. അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാനും കൂടിയും പാർക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ ആ വണ്ടിന്റെ മുൻപ് പാർക്ക് ചെയ്യാം നമുക്ക്. ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പം ഇവിടക്ക്
കയറണമെങ്കിൽ ടിക്കറ്റ് വേണമുണ്ടോ അറിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഓക്കെ, ഇതാണ് ഷോളിയാർ ഡാമിൻ്റെ നമുക്ക് കേട്ടോ. ഹെൽമെറ്റ് ഇവിടെ ക്യാമറ ഓണാ തിരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ഷോളിയാർ ഡാം. ഇത് നോക്ക്, ഏറ്റവും നല്ല വാട്ടർ അല്ലേ? ഡാമിൽ പറഞ്ഞാൽ വെള്ളമില്ല, വെള്ളം കുറവല്ലേ? ഇതിൽ വെള്ളം കുറവാണ് ഗൈസ്. അത് അവിടെ ഓപ്പൺ ആണ്. നമ്മുടെ ചാലക്കുടിക്ക് എവിടെ നിന്ന് വെള്ളം വരുന്നത്? ഈ ഡാം തന്നെ ആയിരിക്കും. താഴെ നമ്മളിപ്പോൾ ആ റോഡിനാണ് നമ്മൾ കയറിയത് അവിടെ ഉള്ള. അപ്പം ഇവിടെ ചിൽഡ്രൻസ് പാർക്കാണ്, കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ അങ്ങോട്ട് നോ എൻട്രി ആണ് കേട്ടോ. അവിടെ അതിൻ്റെ മിഷനറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഒന്ന് സൂം ചെയ്ത് നോക്കാം. അവർക്ക് ഇവിടെ ഇത് കാണിക്കും. എന്നാല് ഇവിടെ വെള്ളം നിറയുന്ന സമയത്ത് നമുക്ക് ഊഹിച്ചാൽ അറിയാം ഈ ലെവലില് വെള്ളം ഉണ്ടാവും. ഒന്ന് ആലോചിച്ചൊക്കെ വെള്ള കളറുള്ള അത്ര വെള്ളം ഉണ്ടാവും. അപ്പൊ അതിന്റെ താഴെയുള്ള വ്യൂ ഇതാണ്. വെള്ളത്തിന്റെ താഴെ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇനി നടക്കല്ലേ, അങ്ങോട്ട് നോ എൻട്രി ആണ്. ഇതുവരെ നമുക്ക് വരാം. നമ്മൾ കയറി വരുമ്പോൾ കണ്ടീന ആ ഡാമാണ് കേട്ടത്, ഒരു വലിയ ഡാം. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് വെള്ളം. നമ്മളിപ്പോൾ കണ്ടത് ഇടുക്കി ഡാം അതൊക്കെ അങ്ങനെയല്ലേ. ഇപ്പോൾ വയനാട് പോവാണെങ്കിലൊക്കെ അവിടുത്തെ ഡാമിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടല്ല നമ്മൾ കണ്ടുള്ളത്. വെള്ളമുണ്ട്. അതെ അതെ, താഴെ രീതി ഇങ്ങനെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ്. അതൊരാൾ കിടക്കുന്ന പോലെ ഉണ്ടോ അങ്ങനെ? അതാ അല്ലേ ആ മല? ഈ വെള്ളേക്കര നമ്മൾ പിടിക്കണം, നല്ല വെള്ളേക്കര. ബോട്ടുകളൊക്കെ ചുറ്റിച്ചുരുങ്ങി. ഇവിടെ ലീക്ക് ഉണ്ടാവൂല. എങ്ങോട്ട് ലീക്ക്? വീടുകളിലെ ആളുകളുണ്ട്. ഇല്ല,
നമ്മൾ വന്ന വഴിയാണ്. ഡാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പമുണ്ടല്ലേ? ഇൻഡിക്കേറ്റർ ഇല്ലല്ലോ. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പോലെ അടിച്ചെന്നോ? ഓലെ കാണിച്ചോ? പ്രകൃതി ജനകീയമായ സ്ഥലങ്ങൾ. ഇവിടുത്തെ ഓൾമോസ്റ്റ് ആളുകളുടെ തേയിലത്തിലിടണം കേട്ടോ. ഇവരുടെയൊക്കെ ജോലി അതാണ്. ഇതേമാതിരി നമ്മൾ ഏരിയയിൽ പോയിടണം. ഈ റോട്ടിലില്ലല്ലോ, ഫസ്റ്റ് ആയിട്ടല്ലേ പോണേ. ഇതേപോലെ നമ്മൾ പോയത്. പക്ഷെ ഇത്ര ഭംഗിയില്ലല്ലോ. ഇത്ര ഇല്ല അവിടെ. എന്താ പറയാ, അങ്ങനത്തെ വണ്ടിയിലാണ് അവിടെ തേയില കൊണ്ടുപോകുന്നത്. റോഡിനൊരു ഫ്രീ റോഡ് അല്ലേ? റോഡിൽ പറഞ്ഞാല് വലിയ തിരക്കൊന്നുമില്ലാതെ, പിന്നെ നല്ല ശ്വാസം, നല്ല വായു അല്ലേ? എല്ലാം കൊണ്ടും എന്റെ അഭിപ്രായം കേട്ടോ. നമ്മളൊക്കെ അസുഖങ്ങള് എല്ലാം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞാല് മലന്റെ ഏറ്റവും മുകളിലാണ്. ഒരു എന്താ പറയാ, നല്ല ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അതെ, പക്ക. കാരണം ഒരു മുഷക്കും വരുന്നില്ലേ. അത് കാണില്ലേ?
പല്ലവിയ ഏ ഇവിടുത്തെ തേയില നമ്മുടെ വണ്ടിയാണ്. ചെറിയൊരു വലിയ വണ്ടി അല്ലേ? ഡേഞ്ചറസ് കേവ് ആണ്, അപ്പൊ സ്ലോയില് പോവാ. മുന്നോട്ട് നോക്കിട്ട് വലിയ കുഞ്ഞു വീടുകളും അതിന്റെ അടുത്ത് തന്നെ ഒരു കൃഷിയായിട്ടുള്ള ഒരു ഏരിയ. അവിടെ സാരി വെച്ചിട്ട് മറച്ചിക്ക. അതില് പല ചെടികളുണ്ട്. പിന്നെ നമ്മുടെ എന്താ പെപ്പർ ഉണ്ടല്ലോ, പെപ്പറിന് എന്താ പറയാ, കുരുമുളക്. ആ, കുരുമുളകൊക്കെ ഉണ്ട്. ഇങ്ങനെ 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 മറച്ചേക്കാണ്. കുഞ്ഞു കുഞ്ഞു ആസ്പെറ്റോസ് ഒക്കെ ഉള്ള വീടുകള്. ഈ ഏരിയയിലൊക്കെ നമുക്ക് വീടെടുക്കാൻ സമ്മതിക്കൂര്. പള്ളി ഉണ്ടല്ലേ? ആ, അതാ പറഞ്ഞത്. നമുക്ക് പള്ളിക്ക് പള്ളി മുസ്ലിം പള്ളികള് ഉണ്ടോ? പള്ളികളൊക്കെ ഉണ്ട്. നല്ല ഒരു കൂളിംഗ് ഏരിയ അല്ലേ? വലിയ ചൂടില്ലാത്തൊരു ഫീല്. ഇവിടെ പൊതുവെ അങ്ങനെയൊക്കെ കേട്ടോ. മഴൻ്റെതാണോ അറിയില്ല. അവരൊക്കെ ഫുള്ള് എന്താ പറയാ തന്നെ അല്ലേ? നമ്മൾ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് യാത്ര. ആണോ? അപ്പൊ ഗൈസ്, ഈ ഏരിയ നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? തേയിലത്തോട്ടങ്ങള്, വലിയൊരു മല, അതിൻ്റെ ഇടയിലുള്ള റോഡ്. അടിപൊളി. എന്താ പറയാ, അടിപൊളി എന്ന് പറഞ്ഞാല് കുറഞ്ഞു തങ്കം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുള്ളൂ വണ്ടികള്. അപ്പൊ എനിക്ക് ഇവിടുന്ന് കുറെ ഫോട്ടോസ് ഇവിടുന്ന് എടുക്കാൻ കഴിഞ്ഞു കേട്ടോ, ഈ ഒരു ഏരിയന്ന്. എന്നാൽ അപ്പോഴപ്പോഴൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴപ്പോഴൊക്കെ ആയാണ്ടാണ് വണ്ടികൾ വരുന്നത്. എന്തായാലും ഇനി വാൾപ്പാറയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്ററാണ് പ്രോപ്പർ വാൾപ്പാറയ്ക്ക്. അപ്പോൾ അവിടെയാണ് കുറച്ച് സ്ഥലങ്ങൾ ഇനി നമുക്ക് കാണാനുള്ളത്. ലെറ്റ്സ് മൂവ്. ഗൈസ്, നിങ്ങളത് കാണുന്നുണ്ടോ? എൻ്റെ പിറകിലെ ആ കാണുന്നത് ആനകളാണ്. എടാ, ആന.
കണ്ടോ, ആനനെ കണ്ടോ, 3 ആനകള്. ഇത് ഇതാണ് സെന്ററത്തെ കൊമ്പനാണ്. അങ്ങനെ നേരിട്ട് ഒരു ഫാമിലി, ഫാമിലിനെ കണ്ടു കാഴ്ച. 2 കുട്ടികളും ഒരു അമ്മയും ഒരു അച്ഛനും. അങ്ങനെ അത് കണ്ടു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആനന്റെ ആളാ മീൻസ് വീഡിയോസിലൊക്കെ എത്രയോ ആനന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആന മൃഗങ്ങളെ വീടൊക്കെ കാണട്ടെ. അപ്പൊ ഞങ്ങൾ നേരിട്ടും കണ്ടു കാഴ്ച. അതും ഒരു വൈൽഡ് ആനന്റെ വളർത്തിനല്ലാത്ത. മറ്റേത് അടുത്ത് കണ്ടാ എത്ര നേരം നിന്നിട്ടില്ല. എന്തായാലും കൂടെ വരണം ആരായാലും അല്ലേ. മിസ് ചെയ്യണ്ട ഈ റൂട്ട്. ആഗ്രഹിക്കണവരൊക്കെ പോരാ. ബൈക്ക് ഞാന് എൻ്റെ ഒരു ഇഷ്ടമാണ് ബൈക്ക്, അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്യും. ബൈക്ക് യാത്ര ഈ റൂട്ട് അടിപൊളി. അതെ, കാറിൽ പോകുന്ന കാണും. പക്ഷെ നമുക്ക് കാറിൽ നമുക്ക് ഈ എന്താണ് ഇപ്പൊ നമ്മള് നമ്മളുണ്ടല്ലോ ഇപ്പൊ 360 ഡിഗ്രിയിലാണ് നമുക്ക് കാണും അല്ലേ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ കാഴ്ചകളാണ്. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു വ്യൂ മാത്രം ഉണ്ടാവും. ഒന്നൊക്കെ 2 സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ അത്. പക്ഷെ നമുക്ക് ഇത്ര ഇത് കിട്ടില്ല. ഇത് പറഞ്ഞാല് അതെന്താണ്ടാണോ ഞങ്ങൾ പറയണത്. അത് ചില ആൾക്കാർക്ക് ഭയങ്കര കംഫർട്ട് കാറായിരിക്കും. ഞങ്ങൾക്ക് ഇത് കംഫർട്ട് എന്നല്ല, ഇത് ഞങ്ങളുടെ ഒരു ഹോമാണ് ബൈക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയണത്. അത് ചില ആൾക്കാർക്ക് ഓരോ ഇപ്പൊ കാറുള്ളവർക്കൊക്കെ എന്താവും കാറിലുള്ള യാത്ര അതിനൊക്കെ സെറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടമാണ്. വരൂ, ആസ്വദിക്കൂ, എക്സ്പീരിയൻസ് ചെയ്യൂ, കാണും. ഇറ്റ്സ് അമേസിംഗ് റൂട്ട്. ഒരു പേടി വേണ്ട. ഞങ്ങൾ പോയില്ലേ, പോരും എല്ലാവരും. പോയിട്ടില്ലേ? ഇല്ലേ? അത് ഇവിടെ വാഴപ്പാറ ഫോട്ടോസില് പക്ഷേ ഈ സ്ഥലത്ത് ആക്കിയെടുക്കാൻ പാടുണ്ടാവൂലേ? ചെയിനെ
തേയിലന്റെ ആളുകള് കണ്ടു ഗായ്സ്, ആരാണിത് നിൽക്കുന്നത് നോക്കൂ ഗായ്സ്. കാട്ടുത്തല്ലേ കാട്ടുത്തല്ലേ കാട്ടുത്താണ്. ഒരു കുഞ്ഞു മാങ്കുട്ടിനെ നല്ല വലിപ്പം. അതെ. എന്റെ കണ്ണുക്ക് 5 ലക്ഷം പോതാത്, എന്റെ നെഞ്ചുക്ക് എഴുതി തീരാത്, തള്ളി നില്ലയ്യാ കണ്ടാങ്കി കണ്ടാങ്കി കട്ടി കണ്ട. ഒരു ഇലകളൊന്നും എല്ലാന്നും കാണില്ലല്ലോ. ചെടികളൊക്കെ വെട്ടി അല്ലേ ജീവിതത്തിൽ ആദ്യമായി. തേയിലത്തോട്ടം തീരുന്നില്ല, അതാണ് കണ്ണിന് ഭയങ്കര. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ആൾപ്പാറ 3 കിലോമീറ്റർ, ബാലാജി ടെമ്പിൾ, വാൾപ്പാറയും നല്ല മടി വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. മുകളിലോ മുകൾക്കതാ കമ്പ്